അനുമോക്ക് ഇതെന്തു പറ്റി എന്ന് നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അനുമോക്കൊന്നും പറ്റിയിട്ടില്ല. അനുമോള് നല്ല ഗംഭീര ഗെയിം ആണോ അവിടെ കളിച്ചോണ്ടിരിക്കുന്നതെന്ന് ഒരു സംശയം എനിക്ക്. എന്തുകൊണ്ട് ആ സംശയം വന്നു എന്ന് ഞാൻ പറഞ്ഞു തരാം. പിന്നെ അക്ബർ കാക്ക എന്തിനാണ് ഇത്രയും ഫ്രണ്ട്ഷിപ്പ് തുളുമ്പി ഒഴുകി ആര്യൻ്റെ അടുക്ക നിൽക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. നല്ല കനത്തിനുള്ള പണി മേടിക്കാൻ വേണ്ടിയിട്ടാണോ ഈ അടിയിൽ കൂടെ ഉള്ള സ്നേഹം കാണിയിലും ഈ ഉമ്മ 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 ആ മൈൻഡിലൊക്കെ ആര്യൻ്റെ അടുക്ക നിൽക്കുന്നത്? എന്ത് തൊട്ടിത്തരം ആര്യം കാണിച്ചാലും അക്ബർ കാക്ക മിണ്ടാതെ അങ്ങിരിക്കും, എന്ന് ആര്യൻ്റെ പണി മേടിക്കും. അങ്ങനെ ഒരു ചിന്തയും കൂടെ എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങയുടെ സ്വാഗതം. അനീഷേട്ടനും ഷാനവാസും കൊള്ളാം കേട്ടാ, രണ്ടു പേരും നല്ല കനത്തിന് നിന്നു. പ്രത്യേകിച്ച് അനീഷേട്ടൻ അങ്ങോട്ടൊരു പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ, വിടുന്നില്ല. ആര്യനെ എടുത്തു വെച്ച് ചെറുതായിട്ട് സൈഡിൽ കൂടെ ഷാനവാസ് കാക്കയുണ്ട്. പക്ഷേ അപ്പറേം ചവിട്ടുന്നുണ്ട് ഷാനവാസിക്ക, അത് വേറെ കാര്യം. അതിനെപ്പറ്റിയൊക്കെ ഗംഭീരമായിട്ട് പറയാം. അതിന് മുമ്പേ തുടക്കം എവിടെയാണെന്നല്ലേ, നമ്മുടെ കോയിൻ ശേഖരിക്കുക. അതായത് ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് ആണ്, കഴിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. ഇനി അടുത്ത റൗണ്ടൊക്കെ വരാൻ പോവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഈ വീടിനകത്ത് പല സ്ഥലത്തായിട്ട് ബിഗ് ബോസ് കോയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോയിൻസ് ലൈക്ക് ഇങ്ങനെ ഉരച്ചെടുക്കണം. ഒരു പേപ്പറിനകത്ത് എങ്ങാണ്ട് ഒരു പേപ്പർ കാർഡ് പോലുള്ള ഒരു സാധനം ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്ത് 1 പോയിന്റ് 2 പോയിന്റ് എന്നൊക്കെയുണ്ട്. കൂടാതെ പണികളുമുണ്ട്. അപ്പോൾ അത് നമ്മുടെ കണ്ടസ്റ്റൻസ് പോയി തപ്പിയെടുക്കുക, എന്നിട്ട് അത് ഉരച്ച് നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് കിട്ടും എത്ര പോയിന്റ് ആണെന്നുള്ളത്. അപ്പം ടാസ്ക് തുടങ്ങി എല്ലാവരും ഓടി നടന്ന് കാർഡുകളൊക്കെ എടുക്കുന്നുണ്ട്, കോയിൻസ് കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കളക്ട് ചെയ്ത് വന്നു. എന്നിട്ട് എല്ലാവരും നമ്മുടെ ലിവിംഗ് റൂമിൽ ഇരിക്കുകയാണ്. ബിഗ് ബോസ് പറഞ്ഞു ഓരോരുത്തരായിട്ട് എത്ര കിട്ടിയെന്ന് പറയാൻ. ഓരോരുത്തരായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അനീഷേട്ടനൊക്കെ അനീഷേട്ടന് 2-3 പോയിന്റ് എങ്ങാണ്ടേ കിട്ടിയുള്ളൂ, 3 കോയിൻ എന്തേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും ആദിലക്കൊക്കെ കിട്ടി കോയിൻ. പക്ഷെ ആദിലക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഒരു പണിയും കൂടെ കിട്ടി. ഒരെണ്ണം സ്ക്രാച്ച് ചെയ്തപ്പോഴത്തേക്ക് എന്തായിരുന്നു ആദിലക്ക് കിട്ടിയത്? ബേൺ കാർഡ് എന്ന് പറഞ്ഞൊരു സാധനവും കിട്ടി. അതായത് കിട്ടിയ കോയിൻ മൊത്തം ബേൺ ആയിപ്പോയി, കത്തിപ്പോയി, ഒന്നും കിട്ടത്തില്ല, ഒന്നും കൂട്ടത്തില്ല. അപ്പോൾ ആ രീതിയിലുള്ള പണികളും ഉണ്ട്. ഏറ്റവും അവസാനം നമ്മുടെ ആര്യനായിരുന്നു കോയിൻ എണ്ണിയത്. ആര്യൻ എത്രയാ 14-16 കോയിൻ എങ്ങാണ്ടുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് നേരത്തേക്ക് അവിടെ നിശബ്ദതയായിരുന്നു. അതിനുശേഷം ബിഗ് ബോസ് പറഞ്ഞു, ആരാണ് കാർഡുകൾ ഒളിപ്പിച്ചു വെച്ചേക്കുന്നത് ഇപ്പൊ പറഞ്ഞോ. ഉടനെ അപ്പൊ തന്നെ ആര്യൻ, ബിഗ് ബോസ് ഞാൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന് ആര്യൻ പറയുന്നുണ്ട്. ഉടനെ ബിഗ് ബോസ് പറയുന്നുണ്ട്, കള്ളക്കളി എന്നോട് വേണ്ട മോനെ, കള്ളക്കളി എന്നോട് വേണ്ട, സാധനം പുറത്തിറക്കാൻ പറയുന്നുണ്ട്. അപ്പത്തേക്ക് അവിടെ എല്ലാവർക്കും മനസ്സിലായി, ഇവനെന്തോ ഉടായ്പ് കാണിച്ചിട്ടുണ്ട്. മാറ്റി വെച്ചിരിക്കുന്ന കോയിൻ എടുത്തു. അതിനകത്ത് 1 കോയിൻ സ്ക്രാച്ച് ചെയ്തപ്പം അതിനകത്ത് 1 പോയിന്റ് ആണ്. പിന്നുള്ള 2 കോയിൻ സ്ക്രാച്ച് ചെയ്തപ്പം 2-നകത്തും പണിയായിരുന്നു. ഒന്നിനകത്ത് ഒള്ളി വെജ് ഫുഡേ അവൻ കഴിക്കാവുള്ളൂ. രണ്ടാമത്തത് അവന് നമ്മുടെ ഉരുളക്കിഴങ്ങുള്ള കറികളൊന്നും കഴിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ 2 പണിയാണ് ആര്യന് കിട്ടിയത്. അപ്പോൾ അവിടെ അനീഷേട്ടൻ ചാടി എണീറ്റു ഒച്ച ബോളം ഉണ്ടാക്കി. അനീഷേട്ടൻ അങ്ങോട്ട് തുടങ്ങി. ജീവിതത്തിൽ ഒരു സത്യസന്ധതയും ഇല്ലാത്ത ഒരുത്തനാണ് ആര്യൻ. അടുത്തൂടി പോവാത്ത ഒരാളാണ് ആര്യൻ. ക്യാപ്റ്റനോടാ പറയുന്നത്, ക്യാപ്റ്റൻ കേക്കൂ ക്യാപ്റ്റൻ, ഇവനൊരു സത്യസന്ധതയില്ല, ഇത് റദ്ദാക്കണം ബിഗ് ബോസ്, റദ്ദാക്കണം, ഇവന് കിട്ടിയ കോയിൻ മൊത്തം റദ്ദാക്കണം ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞ് അനീഷേട്ടനോട് ഒച്ച വെക്കുന്നുണ്ട്. അൺഫെയർ ആയിട്ടുള്ള ഗെയിമാണ് ഇവൻ കളിച്ചത്. ഉടനെ ആര്യൻ ഒരു സത്യസന്ധതയില്ലാത്ത ഒരാളാണ്. ഇതിനിടയ്ക്ക് നൈസായിട്ട് സൈഡിൽ അവിടെ ഇരുന്നുകൊണ്ട് നെവിനും ഇടയ്ക്ക് പിടിക്കുന്നുണ്ട് കൂടെ. ശരിയാണ് ബിഗ് ബോസ് റദ്ദാക്കണം ബിഗ് ബോസ് എന്നൊക്കെ അവിടെ തമാശക്കിരുന്ന് നമ്മുടെ നെവിനും പറയുന്നുണ്ട്. ഉടനെ ഷാനവാസും കൂടെ പിടിക്കുന്നുണ്ട്. ഷാനവാസും പറയുന്നുണ്ട് ശരിയാണ്, ഇവൻ ചെയ്തത് തെറ്റാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കോയിൻസ് ഒന്നും റദ്ദാക്കണ്ട ബിഗ് ബോസ്, അതിന്റെ ആവശ്യമൊന്നുമില്ല, അവൻ കഷ്ടപ്പെട്ടെടുത്ത കോയിൻസ് അല്ലേ, അത് റദ്ദാക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കാണിച്ചത് തെമ്മാടിത്തരമാണെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ അനീഷും ഷാനവാസും റദ്ദാക്കണമെന്ന് പറഞ്ഞാൽ തന്നെ ബിഗ് ബോസ് അത് റദ്ദാക്കത്തൊന്നുമില്ല. അത് അവന്റെ ബുദ്ധിപൂർവ്വം. അവൻ അവിടെ കളിക്കുന്ന എല്ലാവരും അങ്ങ് സത്യസന്ധത കാണിച്ചങ്ങ് കളിക്കണമെന്നൊന്നുമില്ല. ഇന്നലെ തന്നെ അനീഷേട്ടൻ്റെ ഗെയിമൊക്കെ നോക്കിയാൽ മതി. അനീഷേട്ടൻ ആദ്യമേ പറഞ്ഞു എക്സ്ചേഞ്ച് വേണം നടക്കാൻ പോകുന്നു, ഇവിടെ 1 ഗെയിം നടക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷേട്ടൻ തന്നെ അവിടെ എക്സ്ചേഞ്ച് തുടങ്ങി. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഗെയിം എങ്ങനെ വേണമെങ്കിലും ആർക്കും കളിക്കാം. ആര്യൻ ഇച്ചിരി ബുദ്ധി കൂടുതൽ ഉപയോഗിച്ചിട്ട് നേരത്തെ, പിന്നെ ആര്യം പറയുന്നുണ്ട് അവൻ നേരത്തെ, അനീഷേട്ടൻ പറയുന്നത് അവൻ നേരത്തെ അത് സ്ക്രാച്ച് ചെയ്ത് നോക്കി, അതുകൊണ്ടാണ് അവൻ മുക്കിയെന്ന് പറയുന്നുണ്ട്. അനീഷേട്ടൻ മാത്രമല്ല എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ അവൻ നേരത്തെ സ്ക്രാച്ച് ചെയ്തോന്ന് ചോദിച്ചാൽ കണ്ടിട്ടില്ല. പക്ഷേ എങ്ങനെ അവൻ കറക്റ്റായിട്ട് 2 പണിയുള്ള 2 തന്നെ മാറ്റി വെച്ചു, അത് ഒരു ചോദ്യചിഹ്നത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഞാൻ കണ്ടില്ല കേട്ടോ അവൻ നേരത്തെ ഉരച്ച് നോക്കുന്നതൊന്നും. അനിമോളാണ് ഇവൻ ഉരയ്ക്കുമ്പോൾ അടുത്തിരിക്കുന്നത്. അപ്പം അവൻ നേരത്തെ ഉരയ്ക്കുന്നതൊന്നും അനിമോളും പറയുന്നില്ല, അത് അപ്പം തന്നെ ഉരയ്ക്കുന്നതായിട്ടാണ് പറയുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെ ഒരു പരിപാടി അവിടെ നടന്നു. ഇതിൻ്റെ പേരിൽ ഇപ്പോഴും നമ്മുടെ ആര്യൻ എല്ലാവരുടെ അടുക്കലും പോയിട്ട്, പ്രത്യേകിച്ച് ആദില പിന്നെ വീണു പോയി വെളുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവൻ അങ്ങനെ ചെയ്തതുകൊണ്ടാണ്, ഇങ്ങനെയാണ്, ഇത് ഗെയിമാണത്, അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിരുന്ന് വെളുപ്പിക്കുന്നുണ്ട്. നൂറ എടുക്കാൻ
ഒരു പരിധി കൂടുതൽ നൂറ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പം ആദിലമോള് നടുക്കാണ്, അക്ബർ കാക്കാന്റെയും ആര്യന്റെയും നെവിന്റെയും നടുക്ക് ഇങ്ങനെ ഇരിപ്പുണ്ട് നമ്മുടെ ആദിലമോള്. ഫ്ലാറ്റ് പിന്നെ ഇങ്ങനെയുള്ള കുറച്ച് പരിപാടികളാണ്. ഇപ്പൊ ഒരു ടാസ്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് അനീഷേട്ടൻ അവിടെ കിടന്ന് ഗംഭീര ഒച്ചപ്പാടൊക്കെ വിളിയും കൂവലും ഒക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പൊ ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നോക്കുന്നത്, ഇതിന് മുമ്പാന്ന് തോന്നുന്നു നമ്മുടെ അനുമോള് ഒരു ഒറ്റപ്പെടൽ കാർഡ് അവർ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം ഒറ്റപ്പെട്ട് മാറി മാറിയാണ് അനുമോൾ ഇപ്പൊ ഇരിക്കുന്നത്. അതിന്റെ പേരിൽ എല്ലാവരും ചൊറിയുന്നുണ്ട് അനുമോളെ. അനുമോൾക്ക് വേണ്ടതും അതാണ്, മണ്ടബുദ്ധികൾക്ക് അത് മനസ്സിലാവുന്നില്ല. ആദില നൂറ രാവിലെ പോയി അടുത്തിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, സംസാരിക്കാൻ നോക്കുന്നുണ്ട്, അനുമോള് മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഞാനൊരു കാര്യം പറയട്ടെ, അവിടെ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറയുന്നത് അതൊക്കെ വെറും ഫേക്കാണ്. പുറത്ത് വരുമ്പോൾ ഇവരൊക്കെ നല്ല സുഹൃത്തുക്കളായിട്ടിരുന്നാൽ നമുക്ക് പറയാം ഓക്കെ എല്ലാവരും തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്നൊക്കെ. അതിനകത്ത് ഈ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു ഡ്രാമ തന്നെയാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, അനുമോള് ആദിലയ്ക്കും നൂറയ്ക്കും അല്ലെങ്കിൽ ആദിലയ്ക്ക് ഒരു വഴക്കുണ്ടാക്കി, ഇന്നലെ അത്രയും വലിയ പ്രശ്നങ്ങളുണ്ടായി, ഇന്നിപ്പം അനുമോൾ അടുപ്പിക്കുന്നേ ഇല്ല. എന്നിട്ടും ഇന്നലെ അക്ബറിനോട് ആദില കാണിച്ച തെമ്മാടിത്തരം, അതായത് അക്ബറിന്റെ കോയിൻ മൊത്തം തെമ്മാടിത്തരം എന്ന് പറയാൻ പറ്റത്തില്ല, ഗെയിമിനകത്ത് ഗെയിം കളിച്ചു അത്രേ ഉള്ളൂ. ആ ഒരു കോയിനൊക്കെ അടിച്ചു മാറ്റിയ കാര്യമോ പാവകളെ അടിച്ചു മാറ്റിയ കാര്യമോ ഒന്നും ഇതുവരായിട്ടും അനുമോള് പറഞ്ഞിട്ടില്ല. അതും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കണം. പക്ഷേ ആദില നൂറ അവരുടെ ഭാഗത്തും ഒരു പരിധി കൂടുതൽ എനിക്ക് തെറ്റൊന്നും പറയാൻ പറ്റില്ല. കാരണം അവർ ഇന്നലെ തന്നെ നോക്കിയാൽ മതി, രാവിലെ മൊത്തം അനുമോൾക്കെതിരെയായിരുന്നു. അതിനുശേഷം ഗെയിം തുടങ്ങിയപ്പോൾ അനുമോളെ സപ്പോർട്ട് ചെയ്തിരുന്നു. വൈകുന്നേരം ആയപ്പോൾ വീണ്ടും അനുമോൾക്കെതിരെ കളിച്ചു. ഇന്നിപ്പോൾ രാവിലെ വീണ്ടും അനുമോളുടെ അടുക്ക് ഒട്ടാൻ ചെന്നു, അനുമോളെ അടുപ്പിച്ചില്ല. വേണമെങ്കിൽ ഇന്നും രാവിലെ ഒട്ടിയിരുന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും വഴക്കുണ്ടാക്കായിരുന്നു. ഗെയിമല്ലേ. പക്ഷെ അനുമോൾ അടുപ്പിച്ചില്ല. എന്തുകൊണ്ട്? അവിടെ അനുമോളുടെ കളി തുടങ്ങി. ഒറ്റപ്പെടൽ കാർഡ്. ഇനിയിപ്പോൾ എന്തൊക്കെയാണെങ്കിലും അനുമോൾ ഒന്നും ചെയ്തില്ലെങ്കിലും ഒന്നും ചെയ്യേണ്ട, അനുമോൾ കിച്ചണിലും കയറണ്ട, കണ്ടന്റും വേണ്ട, മൂലക്ക് ഇരുന്നാൽ മതി. പക്ഷെ ഇവരുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി ഇരിക്കുമ്പോഴത്തേക്ക് കണ്ടന്റിന് വലിയ പുള്ളിക്ക് വരത്തില്ല. പക്ഷെ ഇപ്പോൾ ഒറ്റപ്പെടൽ കാർഡ് ഇറക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും രാവിലെ തൊട്ട് ബിഗ് ബോസ് എപ്പിസോഡിലും അത് കാണിക്കും. ലൈവിൽ ഇടയ്ക്കിടയ്ക്ക് അനുമോൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് സൂം ചെയ്ത് തന്നെ നമ്മളെ കാണിക്കുന്നുണ്ട്. പിടികിട്ടിയില്ലേ? അനുമോളുടെ കളി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ആദിലെ നൂറ ഇനി കൂടെ പിടിക്കാതിരുന്നാൽ മതി. കൂടെ പിടിക്കാതിരുന്ന അതിലെ നൂറ അവരുടെ കളി കളിക്കട്ടെ. നൂറയ്ക്കെതിരെയും അധികം വെറുപ്പ് വരത്തില്ല. നൂറ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെന്ന് നൈസായിട്ട് അനുമോളെ ഒന്ന് കാണും. പക്ഷെ ആദിലയ്ക്ക് പണി കിട്ടാനായിട്ടുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. എപ്പോഴൊക്കെ അനുമോളെ വെറുപ്പിച്ച് നിൽക്കുന്നുണ്ടോ അപ്പോഴൊക്കെ ആദില പോകുന്ന ഒരു കണ്ടന്റ്, അല്ലെങ്കിൽ ആദ്യം ഔട്ട് കൊടുക്കാൻ പോകുന്ന ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷേട്ടനെ പോയി ചൊറിയുന്നതാണ്. പിടികിട്ടിയില്ലേ? ഇനി അങ്ങോട്ട് പോയി ചൊറിഞ്ഞ് അവിടുന്ന് കണ്ടന്റ് ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആദില തീരും. അത് ഉറപ്പുള്ള കാര്യമാണ്. ഈ ഒരാഴ്ച നോമിനേഷൻ എന്തായാലും ഇല്ല, പക്ഷെ അടുത്ത ആഴ്ച വരും. കാരണം പുള്ളി എടുക്ക ചെന്ന് ചൊറിയാൻ നേരത്തെ എല്ലാം ഒരു പരിധി വിട്ട് ആദിലയുടെ നാക്ക് അങ്ങോട്ട് നിന്ന് പാടും. പല കഥകൾ പലതും വായിന്ന് വീഴും. പക്ഷെ അനീഷ്, ഓപ്പോസിറ്റ് നിൽക്കുന്ന അനീഷ് അങ്ങനെ ആയിരിക്കത്തില്ല തിരിച്ചടിക്കുന്നത്. അവിടെ ആദില നെഗറ്റീവായിട്ട് മാറും. ഇല്ലേ? ഇത് എൻ്റെ ഒരു പെർസ്പെക്റ്റീവാണ്. എനിക്ക് ഇത്രയും ദിവസം കളി കണ്ടപ്പോൾ മനസ്സിലായ ഒരു കാര്യമാണിത്. അപ്പോൾ എന്താണെങ്കിലും ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. ഈ നമ്മുടെ നമ്മുടെ ലിവിംഗ് റൂമിലിരുന്ന് ഈ ആര്യൻ്റെ ഈ ഒരു പ്രശ്നം വന്നല്ലോ, ഈ ഒരു ചർച്ചയിടയ്ക്ക് നെവിൻ ഈ ആര്യനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തോണ്ടി വിടുമ്പോഴത്തേക്ക് നമ്മുടെ ആര്യൻ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, നീ മിണ്ടാതിരിക്കുക, നീ ഒരു കാരണവശാലും വാതുറക്കരുത്, ഒരു കള്ളൻ മറ്റൊരു കള്ളനെ ചൂണ്ടുന്നതാണ് നീ വാതുറന്നത്, അതുകൊണ്ട് നീ നിർത്തിക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അനീഷേട്ടൻ പറയുന്നുണ്ട്, ആര്യൻ ഒരച്ച് നോക്കിയിട്ടാണ് മാറ്റി വെച്ചതെന്നൊക്കെ അതൊക്കെ പറഞ്ഞ് അവൻ്റെ തന്ത്രമാണ്, അവൻ ഒളിപ്പിച്ചു വെച്ചത്, ഭയങ്കരനാണ് അവൻ, സത്യസന്ധത ഇല്ലാത്തവനാണ്, മറ്റവനാണ് അവൻ, മറിച്ചവനാണെന്നൊക്കെ പറഞ്ഞ് അയ്യോ അങ്ങോട്ട്. പിന്നെ അനീഷേട്ടൻ അവിടെ കിടന്ന് പാടുമ്പോഴത്തേക്ക് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ആരും പറഞ്ഞാലേ ഉള്ളൂ, അല്ലാതെ കൂടുതലായിട്ട് നിന്ന് ഫൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അനീഷേട്ടൻ നിന്ന് കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഒരിക്കലും അവിടെ ആർക്കും അങ്ങനെ നിന്ന് അങ്ങോട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പുള്ളി നിർത്തത്തില്ല. പുള്ളി ഇങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് അടിച്ചുകൊണ്ടിരിക്കും. അതിനെ ഒപ്പോസ് ചെയ്ത് നിൽക്കാനായിട്ട് ഞാൻ കണ്ടിട്ടില്ല അവിടെ ആരും. അങ്ങനെ നിൽക്കാൻ പറ്റുന്ന ആരുമില്ല. പിന്നെ അക്ബറിനെ ആണെങ്കിൽ അക്ബർ ഓരോ അക്ഷരം മിണ്ടിയിട്ടില്ല. ആര്യൻ ഈ പരിപാടി കാണിച്ചിട്ടും അത് അക്ബറിന്റെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, ആര്യനോടൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്, അങ്ങോട്ട് ഫ്രണ്ട്ഷിപ്പ് കാണിക്കുന്നുണ്ട്, തിരിച്ചവൻ അങ്ങനെ കാണിക്കുമോന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു ചാൻസ് കിട്ടിയാൽ ആര്യൻ ചവിട്ടും. കാരണം ആര്യൻ നല്ല ഗംഭീര ഗെയിമിലാണ്. ടാസ്കിലാണെങ്കിൽ അവന് കളിക്കാൻ അറിയാം. ഇന്നലെ തന്നെ ആ പാവയുടെ പരിപാടി നോക്കി, അവൻ മാറി അവൻ ഇടിയും ബഹളം ഒന്നും ഉണ്ടാക്കാതെ അവൻ അത്രയും പാവയെ അവൻ ശേഖരിച്ചു. ഇങ്ങനെയുള്ള പല ആര്യനെ കൊണ്ട് പറ്റും. പക്ഷെ അക്ബർ മെന്റലി ഇന്നലെ പാവ പോയപ്പോഴത്തേക്ക് കുറെ വീക്കായി. ആര്യനായിരുന്നെങ്കിൽ ആ സ്ഥാനത്തെങ്കിലും എങ്ങനെയെങ്കിലും സാധനം എല്ലാം കൂടെ കുത്തിപ്പൊക്കി എടുത്തേനെ. പക്ഷെ അക്ബർ കുറച്ച് മെന്റലി വീക്കാണ്. അക്ബർ കൂടെ നിൽക്കുന്നവരെ സ്നേഹിക്കാൻ, പക്ഷെ അതൊക്കെ ഇതൊരു ഗെയിമാണ്. ഇവിടെ അതിൻ്റെ ആവശ്യമല്ല. ഇവിടെ ഗംഭീരമായിട്ട് ഗെയിം കളിക്കുക. ഇപ്പം അനുമോളുടെ കാര്യം തന്നെ നോക്ക്. അനുമോൾ പ്ലേറ്റ് ഉടനെ മാറ്റി. ഒറ്റപ്പെടൽ സ്ട്രാറ്റജി വേണ്ട, എനിക്ക് വേണ്ട, എന്നെ കുത്തി ഒരുത്തി ഏറ്റെടുക്കുക വേണ്ട, അടുപ്പിക്കാതെ ഈ ഒറ്റപ്പെടൽ കാർഡിറക്കി മുന്നോട്ട് കളിച്ചാൽ കൊള്ളാം. കൊടുക്കേണ്ട സ്ഥലത്ത് ആദിലയ്ക്കും നൂറയ്ക്കും ഒക്കെ തന്നെ കൊടുത്ത് കളിച്ചാൽ. ഇന്നലെ ഇപ്പൊ ഈ അക്ബറിന്റെ സാധനങ്ങൾ മാറ്റി വെച്ചില്ലേ പാവകള്, അതൊക്കെ എടുത്തങ്ങ് പൊട്ടിക്കണം.
അതൊക്കെ എടുത്തങ്ങോട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ പടയെന്ന് പൊട്ടുകയും ചെയ്യും. ഗെയിം ഗംഭീരമായിട്ട് മുന്നോട്ട് പോകും. അപ്പം ഇതൊക്കെയാണ് ഇനി എനിക്ക് തോന്നുന്നു മിക്കവാറും ഇനി അടുത്ത ഒരു സ്റ്റേജും കൂടെയൊക്കെ വരുന്നുണ്ട്. നമ്മൾ നേരത്തെ ഈ കോയിൻ ശേഖരിക്കുന്നതിന്റെ അടുത്ത് ഇനിയും സ്റ്റേജുകൾ വരാൻ കിടക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ബാക്കി പോയി ലൈവ് കാണട്ടെ, എന്നിട്ട് ബാക്കിയുള്ള അപ്ഡേറ്റ്സ് അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. കൂടാതെ ഹൈപ്പ് വീഡിയോ നമ്മുടെ കമന്റ് ബോക്സിന്റെ അവിടെ അതിലും ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക.